പാമ്പുപിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. പത്തനംതിട്ട ജില്ലയിൽ ശബരിമല പോകുന്ന വഴിയിൽ അട്ടത്തോടുന്ന സ്ഥലത്ത് വാവാ സുരേഷ് തന്റെ 60ാമത്തെ രാജവെമ്പാലയെ പിടികൂടി. ഇപ്പോൾ ഈ കണ്ടു എന്ന് പറഞ്ഞ് രാജവെമ്പാലയാണെന്ന് ഉറപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഏണി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലേ? ഏണി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഏണി വേണം. നീളം കുറവാണ് കേട്ടോ. താഴെ നിന്നിടാ. ചാക്ക് വായി തുറന്നോടേക്ക്. ബൈ ഒന്ന് കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങിക്കോ. സാറേ ഇവരൊന്ന് പുറകിലോട്ടൊന്നുമില്ല, ബാക്കി തുറന്നോടേക്ക്. ഓക്കെ, വെച്ചേക്ക്. ഓക്കെ. അതിസാഹസികമായ നിമിഷങ്ങൾക്കൊടുവിൽ രാജവെമ്പാല വാവാ സുരേഷിന്റെ കൈകളിൽ ഭദ്രം. നാട്ടുകാരുടെ ഭീതിക്ക് വിരാമമായി. ഇനി ഈ അതിഥിയെ സ്വതന്ത്രമായി പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചയക്കണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് വാവ. നമ്മൾ ഇവിടുത്തെ ദൗത്യം അവസാനിച്ചു. നമുക്ക് ഈ എൻഡേഞ്ചർഡ് സ്പീഷീസ് ആയതുകൊണ്ട് ഇദ്ദേഹത്തിനെ റോഡിൽ വെച്ച് കളിപ്പിക്കാൻ പറ്റില്ല. എന്തായാലും ഇത് മെയിൻ റോഡിന്റെ മെയിൻ റോഡ് ആയതുകൊണ്ട് ഈ സാധുജീവിയെ നമുക്ക് വെച്ച് പ്രദർശിപ്പിക്കാൻ കഴിയില്ല. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം രാജവെമ്പാലയെ കൊല്ലുകയോ മാനവമായി മുറിവേൽപ്പിക്കുകയോ വീട്ടിൽ വളർത്തുകയോ ചെയ്താൽ 1 ലക്ഷം രൂപ പിഴയും 7 വർഷം ജയിൽവാസമാണ്. അവർ വേദിയിൽ റോഡിൽ നിന്ന് പ്രദർശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തിനെ സേഫ്റ്റി ആയിട്ട് ചാക്കിലാക്കി ഇനി നമ്മൾ ഇതിനെയും കൊണ്ട് യാത്രയാവുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ തന്നെ പത്തനംതിട്ട DFOയുടെ ഓഫീസിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നാളെയോ അല്ലെങ്കിൽ ഡോക്ടറെ ചിലപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഡോക്ടറെ കാണിച്ച് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കാട്ടിലേക്ക് വിടത്തുള്ളൂ. എന്തായാലും നമുക്ക് ഈ നല്ലവരായ നാട്ടുകാരോട് യാത്ര പറയാം. നമ്മുടെ ഈ നല്ലവരായ നാട്ടുകാരോട് ഇവർ ഒത്തിരി പേര് പറഞ്ഞു സ്നേക് മാസ്റ്റർ എന്ന് പറയുന്ന പ്രോഗ്രാം ഇവർ കാണുന്നുണ്ടെന്ന്. നിങ്ങളെല്ലാവരുടെയും അംഗീകാരത്തിന് നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് യാത്രയാവുന്നു. ഓക്കെ. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പ്ലാപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിൻ്റെ കീഴിലാണ്, ഓഫീസിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമ്മൾ എന്തായാലും ഇവിടെ ഈ നിൽക്കുന്ന ഓഫീസർമാർ റാന്നി റെസ്പോണ്ട് ടീമിൻ്റെ ആൾക്കാരും പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഓഫീസർമാരുമാണ്. നമ്മൾ ഈ ഇത്രയും പേരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് നമ്മൾ ആ പാമ്പിനെ പിടിക്കാനും ജനങ്ങളെ നിയന്ത്രിക്കാനും കഴിഞ്ഞത്. ഇടിയും മിന്നലൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ഇപ്പം തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ അതിഥിയെ പിടികൂടി അതിഥിയെ ഇന്ന് രാത്രി തന്നെ
ഉൾവനത്തിലേക്ക് വിടാനാണ് മേളിൽ നിന്നുള്ള ഓർഡർ. നമ്മളെന്തായാലും ഈ ഇത്രയും പേരുകൂടി ചേർന്ന് കാട്ടിലേക്ക് ഉൾവനത്തിലേക്ക് പോവുകയാണ്. ഏകദേശം ഇന്ന് രാത്രി പോയി കഴിഞ്ഞാൽ മിക്കവാറും നാളെ രാവിലെ തിരിച്ചിറങ്ങാൻ കഴിയുള്ളൂ. എന്തായാലും ആ യാത്ര ഞങ്ങൾ ആരംഭിക്കുകയാണ്. മൂഴിയാർ ഡാമിൻ്റെ അടുത്ത് എത്തി എന്നുള്ളതാണ്. എന്തായാലും നമുക്കിനി ഈ ഡാമും കഴിഞ്ഞ് ഇനി ഈ ഗവിയിലേക്ക് പോകുന്നുണ്ട്. ഇനി ഒത്തിരി സഞ്ചരിക്കാനുണ്ട്. നമ്മളിപ്പോൾ ആ പാമ്പിനെ രാജവെമ്പാല പിടികൂടിയതിനു ശേഷം ഒത്തിരി ഉൾവനത്തിൽ നിബിഡമായ വനമാണ്. ആനയും കാട്ടുപോത്തുമൊക്കെ സഞ്ചരിക്കുന്ന സ്ഥലമാണിത്. എന്തായാലും നമ്മൾ ഒരുപാട് മല താണ്ടി വന്ന് നടുവിനൊക്കെ നല്ല വേദനയുണ്ട്. ചെറിയൊരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നടുവെന്ന് നിർത്തിയിട്ട് യാത്ര ചെയ്യാം. ഒത്തിരി യാത്രയാവുന്ന മഴയുണ്ട്, ചെറിയ മഴയുണ്ട്. അപ്പോൾ ഇനി ആന ക്രോസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അധികം ഇവിടെ മൽപ്പിടുത്തം നടത്തുന്നത് നന്നല്ല. എന്തായാലും നമുക്ക് അതിഥിയെ റിലീസ് ചെയ്യാനായി അടുത്ത സ്ഥലത്തേക്ക് എന്തായാലും പോകാം. എന്തായാലും നമ്മൾ നിബിഡമായ വനത്തിലെത്തി. ഇപ്പം നമ്മൾ രാജവെമ്പാല പിടിച്ച സ്ഥലത്ത് നിന്ന് ഏകദേശം 60-70 കിലോമീറ്റർ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് വൈകി, നല്ല മഴയുണ്ടായിരുന്നു. എന്തായാലും ഇവിടെയൊക്കെ ആനയൊക്കെ മതിക്കുന്ന സ്ഥലമാണ്. എന്തായാലും നമ്മൾ ഈ അതിഥിയെ റിലീസ് ചെയ്യാൻ തുടങ്ങുകയാണ്. റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നത് പെട്ടെന്ന് റിലീസ് ചെയ്യാൻ വിടേണ്ടതുണ്ട്. സാറേ ഇങ്ങോട്ട് സാറേ എല്ലാവരും വെട്ടം അറിയാതെ ഇങ്ങോട്ട് അതിൻ്റെ കൂടെ ലൈറ്റ് ഇടാൻ പറഞ്ഞു സാറേ. അതിനും ലൈറ്റ് ഇടാൻ പറഞ്ഞു സാറേ. കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിപ്പമുള്ള വിഷപ്പാമ്പാണ് രാജവെമ്പാല, ഒഫിയോഫാഗസ് ഹന്ന. പൂർണ്ണ വളർച്ചയെത്തിയ രാജവെമ്പാലയ്ക്ക് 18 അടിയോളം നീളമുണ്ട്. രാജവെമ്പാലയുടെ വിഷം ന്യൂറോടോക്സിക് ഗണത്തിൽപ്പെടുന്നു. വിഷപ്പാമ്പുകളടങ്ങുന്ന മറ്റു നാഗങ്ങളെ ആഹാരമാക്കുന്ന രാജവെമ്പാലയുടെ സ്വഭാവത്തെയാണ് ശാസ്ത്രീയ നാമത്തിലെ ഒഫിയോഫാഗസ് എന്ന പദം സൂചിപ്പിക്കുന്നത്.
രാജവെമ്പാലയുടെ ആംഗലേയ നാമമായ കിങ് കോബ്ര എന്ന പേരിൽ നിന്നും പ്രസ്തുത ഉരകം മൂർഖൻ പാമ്പുകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ വർഗമാണെന്ന ധാരണ പൊതുവായിട്ടുണ്ട്. നാജ കുടുംബത്തിലെ പാമ്പുകളെപ്പോലെ പത്തി വിടർത്താൻ കഴിയുമെന്നതൊഴിച്ചാൽ മൂർഖനുമായി യാതൊരു സാമ്യവും രാജവെമ്പാലയ്ക്കില്ല. സാധാരണഗതിയിൽ രാജവെമ്പാലയ്ക്ക് അതിന്റെ നീളത്തിന്റെ 1/3 ഭാഗം തറയിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് പത്തി വിടർത്തുവാൻ സാധിക്കും. അങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ ഭയചകിതനാക്കും വിധം നോക്കുവാൻ ഈ സർപ്പത്തിന് കഴിയുന്നത് കാരണം രാജവെമ്പാലയെക്കുറിച്ച് പല അത്ഭുത കഥകളും ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട്. രാജവെമ്പാലയെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയായ റെഡ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ രാജവെമ്പാല 20 മുതൽ 40 വരെ മുട്ടകൾ ഇടുന്നു. പരന്ന ഭൂമിയിൽ മുട്ടയിട്ട ശേഷം കരിയില കൊണ്ട് മൂടി അതിനു മുകളിൽ അടയിരിക്കുന്നു. ഇങ്ങനെ കൂടുണ്ടാക്കുന്ന ഏക പാമ്പ് രാജവെമ്പാലയാണ്. വിരിയുന്നതിന് തൊട്ടുമുമ്പ് തള്ളപ്പാമ്പ് സ്ഥലം വിടുന്നു. അടയിരിക്കുന്ന രാജവെമ്പാല വളരെ അപകടകാരിയാണ്. സാധാരണയായി 60 മുതൽ 80 ദിവസം വരെ വേണം മുട്ടകൾ വിരിയാൻ. ഇതര നാഗങ്ങളെപ്പോലെ രാജവെമ്പാലയും അഗ്രം പിളർന്ന നാക്കുകൊണ്ട് മണം പിടിക്കുന്നു. ഏകദേശം 300 അടി ദൂരെയുള്ള ഇരയെപ്പോലും ശ്രദ്ധിക്കാനാകും മട്ടിൽ കൃത്യതയുള്ള കാഴ്ചശക്തിയും പ്രകമ്പനങ്ങളിൽ പൊടുന്നതിനെ തിരിച്ചറിയാനുള്ള കഴിവും ബുദ്ധിശക്തിയും രാജവെമ്പാലയെ നല്ലൊരു വേട്ടക്കാരനാക്കുന്നു. ഇരയെ വിഷം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം വിഴുങ്ങുകയാണ് പതിവ്. വിഷം ദഹന സഹായിയായി കൂടെ പ്രവർത്തിക്കുന്നു. മറ്റു പാമ്പുകളെപ്പോലെ തന്നെ കീഴ്ത്താടി എല്ലുകൾ സ്ഥാനഭ്രംശം ചെയ്തുകൊണ്ട് സ്വന്തം തലയേക്കാൾ വലിപ്പമുള്ള ഇരകളെ കൂടി വിഴുങ്ങുവാൻ രാജവെമ്പാലയ്ക്ക് സാധിക്കുന്നു. രാജവെമ്പാലയുടെ മുഖ്യ ആഹാരം മറ്റു പാമ്പുകൾ തന്നെയാണ്. ഇവയിൽ വിഷമുള്ളവയും ഇല്ലാത്തവയും ഉൾപ്പെടുന്നു. എന്നിരുന്നാലും ആഹാരത്തിന് ദൗർലഭ്യം നേരിടുമ്പോൾ പല്ലി മുതലായ ജീവികളെയും ഇരകളാക്കുന്നു. ആഹാരം ദഹിക്കുവാനുള്ള കാലതാമസവും കുറഞ്ഞ മെറ്റബോളിസവും കാരണം വയർ നിറയെ ഒരിക്കൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം ഇവയ്ക്ക് ഇര തേടാതെ ജീവിക്കാനാകും. രാജവെമ്പാലയുടെ വിഷം മുഖ്യമായും പ്രോട്ടീനുകളും പോളിപെപ്റ്റൈഡുകളും അടങ്ങിയതാണ്. ഇത് ഇവയുടെ കണ്ണുകൾക്ക് പിറകിലുള്ള ദഹനഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. രാജവെമ്പാല കൊത്തുമ്പോൾ 1/2 ഇഞ്ച് നീളമുള്ള അവയുടെ പല്ലുകൾ കൊണ്ട് വിഷം ഇരയുടെ ദേഹത്തേക്ക് കുത്തിവെക്കുകയാണ് പതിവ്. രാജവെമ്പാലയുടെ വിഷം ഇരയുടെ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. വിഷബാധ ഇരകളിൽ കലശലായ വേദനയും കാഴ്ചമങ്ങലും തലചുറ്റലും ശരീരസ്തംഭനവും വരുത്തിവെക്കുന്നു. വിഷബാധയേറ്റ് മിനിറ്റുകൾക്കുള്ളിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാവുകയും വിഷബാധയേറ്റ ജീവി കോമ അവസ്ഥയിലെത്തുകയും ചെയ്യുന്നു. തുടർന്നു വരുന്ന ശ്വാസതടസ്സം വിഷബാധയേറ്റവരിൽ മരണം വരുത്തിവെക്കുന്നു. എന്തായാലും നമ്മൾ ഈ രാത്രി നമ്മുടെ ഓഫീസർമാരുമായിട്ട് ചേർന്ന് അവരും നമ്മളുമായിട്ട് തിരഞ്ഞെടുത്ത ഇദ്ദേഹത്തിന് വെള്ളവും ഭക്ഷണവും ഒക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ സ്ഥലത്താണ് ഇദ്ദേഹത്തിനെ റിലീസ് ചെയ്യുന്നത്. ഇത് പെൺ രാജവെമ്പാലയാണ്. നമ്മൾ ഇന്നത്തെ ഈ ദൗത്യത്തിൻ്റെ ഡ്യൂട്ടി ഓഫീസർ ശ്രീമാൻ ഗോപി സാറാണ്. അദ്ദേഹം ഈ പാമ്പിൻ്റെ നീളം അളന്നെടുക്കുകയാണ്. ഉദ്ദേശം 2 അടി നീളമുള്ളൊരു വടി വെച്ച് ഇവർക്കിത് റിപ്പോർട്ട് ചെയ്യണം. ഇവർ ഇവിടുന്ന് പോയിട്ട് ഈ പാമ്പിന് എത്ര അടി നീളമുണ്ട്, എത്ര ഭാരമുണ്ട്, എത്ര ചുറ്റുകളുണ്ടെന്നൊക്കെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അദ്ദേഹം ഇന്നത്തെ ഡ്യൂട്ടി ഓഫീസർ ഇതിൻ്റെ നീളം അളന്ന് നോക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ചാർജ് ഗോപി സാറാണ്. അദ്ദേഹം തന്നെ അതിൻ്റെ 2 അടി നീളമുള്ളൊരു വടി വെച്ച് ഇതിൻ്റെ ലെങ്ത് അതല്ലെങ്കിൽ നീളം അളന്നു. 10 അടി നീളമുണ്ട് ഈ രാജവൻ. നമ്മൾ 9 അടി എന്നാണ് പറഞ്ഞത്, പക്ഷേ 10 അടി നീളമുണ്ട്. ഇത് പെൺ രാജവെമ്പാലയാണ്. ഇദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി, ഒരു അപകടമൊന്നുമില്ല. വയറിലും നല്ല ഹെൽത്തിയാണ്, നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഉള്ളത് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇവർക്കും ഈ ഓഫീസർമാർക്കൊക്കെ അറിയാം ഇതിൻ്റെ അസുഖങ്ങളൊന്നും. ഇവരെല്ലാവരും പാമ്പിനെ ഹാൻഡിൽ ചെയ്യുന്നവരാണ്.
6 മണിയോട് പിടികൂടിയ അതിഥിയാണ്. ഇദ്ദേഹം ഏകദേശം മണി 11 കഴിയുന്നു. ഘോര വനത്തിനകത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ആനയുടെ ചിഹ്നം വിടിയൊക്കെ നമുക്ക് അടുത്ത് കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിനെ വിടുകയാണ്. ഇദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റിയ സാഹചര്യത്തിൽ ഈ എവർഗ്രീൻ ഫോറസ്റ്റിലേക്ക് ഇദ്ദേഹത്തിനെ വിടുകയാണ്. എന്തായാലും ഈ അതിഥിയെ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു, അദ്ദേഹത്തിന് വിട്ട് കഴിഞ്ഞു. ഇനി അദ്ദേഹം കാട്ടിലേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിച്ചാലേ നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്ത് പോകാൻ കഴിയൂ. അദ്ദേഹത്തിന് നമ്മൾ വിടുകയാണ്. കൗമുദി ടിവിയുടെ സ്നേക്ക് മാസ്റ്റർ എന്ന ഈ പ്രോഗ്രാമിൽ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാരണം ഇന്ന് സ്പെഷ്യൽ അതിഥിയാണ്. നിങ്ങൾക്ക് പാമ്പിനെ കൂടി അറിയാൻ വേണ്ടി അല്ലെങ്കിൽ കാണാൻ വേണ്ടി നിങ്ങൾ സൂവിൽ പോയാൽ കൂട്ടിനകത്തെ കാണാൻ കഴിയും. ഇത് ഞങ്ങൾ ഇത്രയും പേര് അടുത്ത് തൊട്ട് തലോടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഇത് ഒരു സ്പെഷ്യൽ രാജവെൺപാല. ഇത് ഇനി അങ്ങോട്ട് വരും ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് ഒത്തിരി വിശദീകരിക്കാനുണ്ട്. ഇന്ന് ഞങ്ങൾ എന്തായാലും അതൊന്നും ചെയ്യില്ല. ഇത്തിരി രാത്രി ആയതുകൊണ്ട് ഞങ്ങളെല്ലാം നല്ല ടയർഡ് ആയതുകൊണ്ടും മഴ പെയ്തുകൊണ്ടും ഒത്തിരി ഇപ്പോൾ ഇതിൻ്റെ മണി 11 കഴിഞ്ഞ് 12 ആവാൻ പോകുന്നു. അപ്പോൾ ഇവിടെ തിരിച്ചു പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ചിലപ്പോൾ ആനയുടെയൊക്കെ സ്വീകരണങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് റിലീസ് ചെയ്യുന്നു. എന്തായാലും ഇനിയും പുതിയ അതിഥികളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഒരുമിച്ച് ശുഭരാത്രി നേരുന്നു. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കും. വിളിക്കേണ്ട നമ്പർ 938797944441.